ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം ഐശ്വര്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഫ്രഷോ പെൻസിലോ പേനൊന്നും അല്ല അൺബോക്സ് ചെയ്യുന്നത്. ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ല. എൻ്റെ പുതിയ ഫോൺ അൺബോക്സ് ചെയ്യാണ് ഗായ്സ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. തുറക്കാൻ വേണ്ടി എക്സൈറ്റഡ് ആണ് ഞാൻ. ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ ഫോൺ കയ്യിൽ കിട്ടിയില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ ഫോൺ കിട്ടുമ്പോൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇടണം, അതിനെപ്പറ്റി പറയണം എന്നൊക്കെ. പക്ഷെ ഇപ്പോഴാണ് പറ്റിയത്. കുറേ ദിവസമായി ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും സന്തോഷിക്കാൻ മെയിൻ കാരണം മാമനാട്ടോ ഫോൺ മേടിച്ചെന്ന്. അപ്പോൾ താങ്ക് യു മാമ. മാമൻ വീഡിയോസൊന്നും കാണാറില്ല എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ എന്നാലും മാമൻ കാണൂട്ടാ, പറയില്ല, കാണുന്നുണ്ടെങ്കിലും പറയില്ല. അപ്പോൾ മാമ ഈ വീഡിയോ കണ്ടു പറയും എന്തൊക്കെ കോൺഷ്യസ് ചെയ്യണമെന്നൊക്കെ പറയും, എന്നാലും മാമൻ കാണും. അപ്പോൾ താങ്ക് യു മാമ ഈ ഫോൺ മേടിച്ച് തന്നതിന്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു ഫോൺ കിട്ടുന്നത്. എല്ലാവരും യൂസ് ചെയ്ത് പഴയ ഫോണാണ് ഞാൻ എത്രയും കാലം യൂസ് ചെയ്തിരുന്നത് കേട്ടോ. എനിക്ക് ഫോൺ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിൻ്റെ ക്യാമറ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് തന്നെ കൊടുത്തു. അപ്പോൾ അമ്മ യൂസ് ചെയ്ത ഫോൺ തന്നെ ഞാനും യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാമറ പിന്നെയും ഓക്കെയാണ്, അതന്നെ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഫോൺ നല്ല ലാഗായി തുടങ്ങി. സാംസങ്ങിൻ്റെ ഫോൺ ക്യാമറ അത്യാവശ്യം നല്ല ക്യാമറയാണ് കേട്ടോ. നല്ല ലാഗായി തുടങ്ങി. എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും എടുക്കാനും ഒന്നിനും മര്യാദയ്ക്ക് പറ്റുന്നില്ല. ഇപ്പോഴായാലും കുറച്ച് ബുദ്ധിമുട്ടാണ് എടുക്കാനും ഒക്കെ, ഭയങ്കര ലാഗാണ്. ഒരു പുതിയ ഫോൺ അത്യാവശ്യം തോന്നി. ഓഫേഴ്സ് വന്നു, ബിഗ് ബില്യൺ ഓഫേഴ്സ് വന്നല്ലോ ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ മേടിച്ചാണ് നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുറേ ദിവസമായി ഓർഡർ ചെയ്തിട്ട് ലോജിസ്റ്റിക് ഇഷ്യൂ മറ്റേ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലേറ്റ് ആക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് സ്കൂളിലിട്ട് വന്നിട്ട് ഇങ്ങനെ അച്ഛനോട് ചോദിക്കും, വന്നാ ഇല്ല ഇത് തന്നെയായിരുന്നു. ഇന്ന് വന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ വന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ക്യാൻസൽ ചെയ്തിട്ട് ഒന്ന് റീ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക ക്യാൻസൽ ചെയ്യാൻ വന്നില്ല എന്നൊക്കെ. പിന്നെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞത്, താനൊക്കെ വന്നിട്ടുണ്ട്, വെറുതെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചെടുത്തു. അപ്പോൾ അതൊക്കെയാണ് കഥ എന്ന് പറയുന്നത്. അധികം അങ്ങോട്ട് കഥ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, ഞാൻ അൺബോക്സ് ചെയ്യാം. ഞാൻ തുറക്കുന്ന ടൈം ചിലപ്പോൾ മൈക്ക് തട്ടുമ്പോൾ കേൾക്കില്ല കേട്ടോ പറയണത്, ചിലപ്പോൾ അറിയില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഓൾറെഡി ഇത് തുറന്നു, ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡെലിവറി ചേട്ടൻ തന്നെ തുറന്ന് കാണിച്ച് തരും. ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ക്ലാസ്സിൽ പോയിക്കായിരുന്നു. അച്ഛനമ്മയാണ് ഇതൊക്കെ ഡീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് തുറക്കാം, ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഫോണിൻ്റെ റിവ്യൂ പറയാനൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. ഓൾറെഡി തുറന്നു പറഞ്ഞില്ലേ. ഇതാണ് ഞാൻ സത്യം പറയാൻ ഫോൺ ഒടുക്കത്തെ മണമാണ് കേട്ടോ. നല്ല മണം. ഞാൻ ഫോൺ നോക്കാണ്ട് മണത്ത് നോക്കിയിരുന്നു. നല്ല സ്മെല്ലാണ് കേട്ടോ അതിന്. മണം ഒരു രക്ഷയില്ല, നല്ല മണം കേട്ടോ. വിളിക്കട്ടെ. ഓക്കെ ഗൈസ്, ഇവിടെ നല്ല സ്ലിമ്മാണ് കേട്ടോ ഈ ഫോൺ. ഞാൻ ഓൾറെഡി പുറത്ത് പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ക്യാമറ. അപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ക്യാമറ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് കടയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തു എങ്ങനെയാണ് എൻ്റെ ക്യാമറ കാര്യങ്ങളൊക്കെ. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ ഫോണുണ്ട്, എല്ലാ ഫോണിനും ഓരോ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പ്രശ്നങ്ങൾ നോക്കിയിരുന്നാൽ ഫോൺ മേടിക്കലുണ്ടാവില്ല. ഞാൻ മെയിനായിട്ടൊരു ക്യാമറ നോക്കുന്ന ഒരാളാണ്. ക്യാമറ മാത്രം നോക്കിയാൽ ഒരു ഫോൺ മേടിക്കും. എല്ലാം നോക്കണം, ബാറ്ററി നോക്കണം, അതിൻ്റെ പെർഫോമൻസ് നോക്കണം, ഒക്കെ നോക്കണം, നമ്മുടെ ബഡ്ജറ്റ് നോക്കണം. അപ്പോൾ മാമൻ പറഞ്ഞു ഈ ഫോൺ നല്ലതാണ്. അപ്പോൾ ശരി മാമ, അത് മതി. എനിക്ക് അങ്ങനെ ഫോണിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, എന്നാലും ക്യാമറ ഉണ്ടോ മതി, അത്രയേ ഉള്ളൂ എനിക്ക്. വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സൊന്നും എനിക്ക് വേണ്ട, ക്യാമറ മുഖ്യം. ഓൾറെഡി ഞാൻ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് ക്യാമറ ഇത്ര ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ മാമൻ പറഞ്ഞത് ശരിയാണ്. ഈ ഫോണിലാണെങ്കിൽ അത്യാവശ്യം ക്യാമറ ആയിക്കോട്ടെ, ഇതെല്ലാ ഫീച്ചേഴ്സ്, ബാറ്ററി ആയിക്കോട്ടെ ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത് മതി, ബഡ്ജറ്റിലും കുഴപ്പമില്ല. ഓഫേഴ്സ് വരുമ്പോൾ കുറച്ചുകൂടി കുറഞ്ഞു, പുറത്ത് കുറച്ചുകൂടി റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫോൺ തുറന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ മോട്ടറോള H60 Pro 5G ഉണ്ടോ? അപ്പോൾ അതാണ് ഫോൺ. ഭയങ്കര സ്ലിമ്മാണ് കേട്ടോ. ഇതിൻ്റെ തിക്നെസ് നോക്കുക ഗൈസ്, നല്ല സ്ലിമ്മാണ്, അത്രയും സ്ലിമ്മിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒത്തുങ്ങുന്ന ടൈപ്പാണ്. ക്യാമറ ഓൾസോ ഗുഡ്. ഞാൻ ഓൾറെഡി തുറന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. പിന്നെ അച്ഛൻ നമ്മടെ കൊണ്ട് വെച്ചു, എല്ലാവരും നോക്കാൻ പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ നോക്കി ഞാൻ ദേഷ്യപ്പെടും, എനിക്ക് തന്നെ ആദ്യം തുറക്കണം, ആദ്യം എനിക്ക് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഡെലിവറി ചേട്ടൻ തുറന്നു, അത് അവരുടെ ഒരു പ്രൊസീജിയർ, എല്ലാവരും ചെയ്തോട്ടെ.
ബാക്കിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ തുറന്നു എല്ലാം നോക്കി വീണ്ടും എടുത്ത് വെച്ചതാണ് കേട്ടോ. മണം കൊള്ളാം. ഇത് ക്യാമറ അടിപൊളി. ഞാൻ ഫോണിനെ പറ്റി പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ ബോക്സിൽ നമുക്ക് ഇത് കിട്ടും കേട്ടോ. കുറേ പേപ്പറൊക്കെ തന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. കുറേ പേപ്പറുണ്ട് നമുക്ക്. പിന്നെ സിമ്മിൻ്റെ ഉള്ളിൽ ആ സാധനം നമ്മുടെ ചാർജർ ഉണ്ട്. ഇതിൻ്റെ ഒരു വയറും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഈ പെട്ടിയിൽ കിട്ടും. ഞാനൊരു സാംസങ് ഫാനാണ്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഫോണൊക്കെ സാംസങ് ആണ്. അച്ഛനമ്മ യൂസ് ചെയ്യുന്ന പഴയ ഫോണൊക്കെ ഞാനാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ആ ഫാനാണ്. അപ്പം ഷോർട്സൊക്കെ കാണുമ്പോൾ ഇങ്ങനെ റിവ്യൂസ് കാണുമല്ലോ, അപ്പം മോട്ടോറോള ഫോണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇപ്പം ഞാൻ കുറേ നോക്കിയിരുന്നു ഫോൺ മേടിക്കുന്ന സമയം ഏത് ഫോണാണ് നല്ലത്. പക്ഷേ ഇതിൻ്റെ ബാറ്ററി ആയാലൊക്കെ അടിപൊളിയാണ് കേട്ടോ. ക്യാമറ ഇറ്റ് വാസ് നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യാമറയാണ് കേട്ടോ. നല്ല ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഈ ബഡ്ജറ്റിന് ഇത് അടിപൊളിയാണ്. ഞാനിപ്പോൾ കുറച്ച് നേരം 2-3 ഫോട്ടോ ഒക്കെ എടുത്തുള്ളൂ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് അപ്പോൾ ഞാൻ വേറെ ഫോൺ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ അമ്മയുടെ ഫോൺ എടുത്തിട്ടാണ് പറഞ്ഞിരുന്നത് കേട്ടോ. എനിക്കിത് കാണാണ്ട് പഠിച്ചൊന്നും പറയാനൊന്നും അറിയില്ല. അപ്പം ഞാൻ ഇത് നോക്കി ഞാൻ പറഞ്ഞുതരാം. എവിടെയും ഓക്കേ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് പാൻടോൺ ഷാഡോ എന്ന് അങ്ങനെ എന്താണ് പറയുക. ഇതിനൊരു പർപ്പിളുണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ ഈ ഒരു ഷെയ്ഡുണ്ട്. ഇതൊരു ഗ്രേ എന്നൊക്കെ പറയാൻ പറ്റും. ഗ്രേ സാപ്പിൻ അങ്ങനെ ഒരു കളറ്. മറ്റേ രണ്ടത് ഇഷ്ടപ്പെട്ടു. ഇതാണ് കുറച്ചുകൂടെ എല്ലാവരും മേടിക്കണത്. എനിക്ക് ഈ കളറും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗായ്സ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയണത് എന്തൊക്കെയാണ്, കുറേ ഉണ്ട്. എനിക്കൊരു സ്ലിം ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം സ്ലിമ്മസ്റ്റ് ഫോൺ. എനിക്ക് ചെറിയ ഫോൺ കുറച്ചുകൂടി ഇഷ്ടം, പക്ഷേ അത് ഓക്കെയാണ്. എൻ്റെ കയ്യിൽ ഒതുങ്ങണ ഒരു ടൈപ്പ് ഫോണാണ് കേട്ടോ. ഇത് പിടിക്കാൻ പേടിയാണ്, എങ്ങാനും തട്ടി വീഴുന്ന അത്രയും സ്ലിം ആട്ടോ ഗൈസ്. നല്ല മണമാണ്. അപ്പോൾ ഇത് ആൻഡ്രോയിഡ് 50 ഒക്കെയാണ്. പിന്നെ ഇതിൻ്റെ മെമ്മറി ആൻഡ് സ്റ്റോറേജ് ഫീച്ചർ എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജും 8 GB റാമാണ് എടുത്തിരിക്കുന്നത്. ക്യാമറ ഫീച്ചേഴ്സ് ഞാനതാണ് മെയിനായിട്ട് നോക്കണത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആട്ടോ വന്നിരിക്കുന്നത്. പ്രൈമറി ക്യാമറയിൽ വന്നിരിക്കുന്നത് 50 മെഗാപിക്സ് മെയിൻ ക്യാമറ. സോണിയുടെ ഒരു 700C അങ്ങനെ എന്തൊക്കെയോ ഒരു ക്യാമറ ലെൻസ് എന്തോ വെച്ചിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫോർമാറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 മെഗാപിക്സ് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. മൈക്രോവിഷൻ അങ്ങനെ കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 10 മെഗാപിക്സ് ടെലിഫോട്ടോ ക്യാമറയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ ഇതൊക്കെയാണ് എല്ലാം പറയാനുള്ള ഒന്നും എനിക്കറിയില്ല ഫോണിൻ്റെ റിവ്യൂ പറയാൻ. എനിക്ക് ഇത് നോക്കിയിട്ട് ഓരോന്നും പറഞ്ഞു തരികയാണ്. ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തില്ല ഇങ്ങനെ പറയണമെന്ന്, എന്നാലും പറയണമല്ലോ, എൻ്റെ ഒരു മര്യാദയ്ക്ക് ഞാൻ പറയണമല്ലോ. ഫ്രണ്ട് ക്യാമറ 50 മെഗാപിക്സ് ആട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ വേറെ കുറേ ഉണ്ട്. 60 ഫ്യൂഷനൊക്കെ ഉണ്ട്. ഫ്യൂഷനിൽ ഫ്രണ്ട് ക്യാമറ 32 മെഗാപിക്സോ അങ്ങനെ എന്തൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാമറ. പിന്നെ നമുക്ക് ഇതിലൊക്കെ എടുക്കാം കേട്ടോ. 60 FPS നമുക്ക് എടുക്കാം. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇഷ്ടംപോലെ യൂട്യൂബിൽ ഇഷ്ടംപോലെ റിവ്യൂസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇനി റിവ്യൂ ഒന്നും മര്യാദയ്ക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അത് 6000 mAh ഉണ്ട് കേട്ടോ. ഇറ്റ്സ് ഗുഡ്, നല്ലതാണ്. പിന്നെ ബോക്സിൽ നമുക്ക് ചാർജർ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നല്ല കർവ്ഡ് ഡിസ്പ്ലേ ആണ് കേട്ടോ. സൈഡ് നോക്കും, നല്ല ഭംഗിയുണ്ട്. ലുക്കും ഉണ്ട്, ലുക്ക് വൈസ് ഓക്കെ, ക്യാമറ വൈസ് ഓക്കെ. നമുക്കിങ്ങനെ പിടിച്ച് നടക്കാം. പക്ഷെ എനിക്ക് പേടിയാവുണ്ട് കേട്ടോ പിടിക്കാൻ, കാരണം ഇതിങ്ങനെ നല്ല സ്ലിം ആയതുകൊണ്ടേ. ഓക്കെ, നല്ല ഫോണാണ്. ഞാൻ കുറച്ച് നാളും കൂടി യൂസ് ചെയ്യണം, എന്നാലും കുറച്ചുകൂടി റിവ്യൂ പറയാൻ പറ്റുള്ളൂ. എന്നാലും ഇതുവരെയൊക്കെ ഓക്കെ, നല്ല സ്പീഡും പെർഫോമൻസൊക്കെ ഓക്കെയാണ്. ഞാൻ കുറച്ച് നേരം യൂസ് ചെയ്തു, അപ്പോൾ തന്നെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ഫാസ്റ്റ് ചാർജിങ് ഒക്കെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് നല്ല സ്റ്റോറേജ് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, ഇതൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലതാണ്. ഓഫേഴ്സ് വരുമ്പോൾ ഇപ്പോൾ നല്ല റേഞ്ചിൽ കൂട്ടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ കിട്ടും. പുറത്തായാലും അതിൻ്റെ റേഞ്ചിലുണ്ട്. പല മോഡൽസും ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഫ്യൂഷൻ കുറേ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, ഒക്കെ തപ്പി പിടിച്ചെടുത്തോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫോണിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് സ്വന്തമായൊരു ഫോൺ കിട്ടുന്നത്, അതിൻ്റെ സന്തോഷം വേറെ. പിന്നെന്താ, എനിക്ക് സ്വന്തമായിട്ട് മേടിക്കുന്നതായിരുന്നു ആഗ്രഹം. പക്ഷെ അത് നടക്കില്ല എന്നല്ല, നടക്കും. എൻ്റെ ഉള്ള സേവിങ്സും പിന്നെ കുറച്ച് ഓർഡേഴ്സൊക്കെ കിട്ടി നമുക്ക് നടക്കായൊന്നുമില്ല. നമ്മുടെ ഫീച്ചേഴ്സൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ആവും. പിന്നെ അതൊന്നും നമുക്കിപ്പോൾ കുട്ടിയെ കൂടില്ല. ദെൻ ഞാൻ കുറച്ചുകൂടി വിചാരിച്ച് നടക്കും, കുറേ സമയം പിടിക്കും. എനിക്ക് കറൻ്റ് യൂസ് ചെയ്യുന്ന ഫോൺ നല്ല ലാഗാണ് കേട്ടോ. എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, മറ്റേ ബാറ്ററി ആയിക്കോട്ടെ ഒക്കെ ഭയങ്കര പോക്കാണ്. വീഡിയോസ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഫോൺ അത്യാവശ്യം തോന്നി. അപ്പം മാമൻ പറഞ്ഞ് മേടിച്ചു തന്നു, എന്തായാലും മാമല്ലേ. അപ്പോൾ മാമൻ മേടിച്ചു തന്നു.
ഞാൻ കിട്ടി. നല്ല ലാഗായ ഡിലേ ആയിട്ടോ. ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, വരുമോ ഇന്ന് വരുമോ, നാളെ വരും നാളെ വരും നാളെ വരും നാളെ 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 എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഫൈനലി കിട്ടി. അയ്യോ എങ്ങനെയോ കിട്ടി. ലുക്ക് വൈസ് ഒരു അടിപൊളിയാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. യൂസ് ചെയ്യാനും എനിക്ക് നല്ല ഓക്കെയാണ്. ഇതാണ് എൻ്റെ പുതിയ ഫോണിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ദെൻ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ തോന്നി എനിക്ക് കൂടുതൽ ലാഭമാണെന്ന് തോന്നുന്നു. പുറത്ത് പോയി ചിലവർക്ക് പിന്നെ പുറത്ത് പോയിട്ട് കണ്ട് മേടിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഓക്കെ, അങ്ങനെ ചിലർ അങ്ങനെ ഓൺലൈനിൽ മേടിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഫോണൊക്കെ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. ഇതുവരെയായിട്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ദിവാലി സെയിലിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടാവും. ബിഗ് ബില്ലിൽ നിന്ന് മേടിച്ചു. ബിഗ് ബില്ലിന് നല്ല ഓഫേഴ്സ് ഉള്ളത് സമയമാണ് കേട്ടോ. കുറേ ടൈപ്പ് ഫോണുണ്ട്. മാമൻ റെക്കമെൻഡ് ചെയ്ത് ഇതാണ്. എനിക്ക് ഫോണിനെ പറ്റി വലിയ വിവരമില്ലാത്തതുകൊണ്ടും മാമൻ പറഞ്ഞ് ഞാൻ കേട്ടു. പിന്നെ നമ്മൾ ഓരോ ഫോൺ നോക്കി വരുമ്പോൾ അങ്ങനെ വലിയ വലിയ ഫോണിലൊക്കെ കയറി പിടിക്കുക, കൂടില്ലല്ലോ. അപ്പോൾ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഐഫോൺ അൺബോക്സ് ചെയ്യണ പോലെയാണ്. പക്ഷേ ഐഫോണൊന്നുമല്ല, പക്ഷേ നല്ല ഫോണാണ്. ഇഷ്ടപ്പെട്ടു. പിന്നെ ആദ്യമായിട്ട് കിട്ടുന്നൊരു ഫോണായതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ദെൻ മേടിച്ചെന്ന മാമനും ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇത്രയുള്ളൊരു തട്ടിക്കൂട്ട് വീഡിയോ എന്നൊക്കെ പറയാം കേട്ടോ. കാരണം ഞാൻ വലുതായിട്ട് പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ ഒന്നുമല്ല. മുമ്പ് പ്ലാൻ ചെയ്തിരുന്നു. ഇതിങ്ങനെ നീണ്ടു പോകുന്നതിനനുസരിച്ച് ഞാൻ പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റും കുറഞ്ഞു തുടങ്ങി. എന്തായാലും പ്ലാൻ ചെയ്തല്ലേ എടുക്കാം എന്ന രീതിക്ക് എടുക്കണതാണ്. ഈ വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ ഫോണിനെ പറ്റിയിട്ട്. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും അതിൽ പോയി ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. എനിക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല ഇതിനെ പറ്റിയിട്ട്, അതുകൊണ്ടാണ്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഫോൺ കൊണ്ടുള്ള വീഡിയോസും റീൽസും ഒക്കെ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക. എന്തായാലും ഈ ഫോണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത എന്ത് വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ അതുകൂടെ ഒന്ന് പറയണം കേട്ടോ. ഇതൊരു ഇങ്ങനെ റിവ്യൂ പറയുന്നൊരു ചാനലൊന്നുമല്ല കേട്ടോ. എന്നാലും എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ വീഡിയോ ഇത്രയും നന്നായിട്ട് എടുക്കാൻ പറ്റണമെങ്കിൽ മെയിനായിട്ട് ആവശ്യമുള്ള സാധനം തന്നെ ഫോൺ അല്ലെങ്കിൽ ക്യാമറ. അപ്പോൾ കറൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഫോൺ അടിപൊളിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ടാണ്. എന്നാലും ആ ഫോൺ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമായിട്ട് വീഡിയോസ് എടുത്തു തുടങ്ങിയതും ആ ഫോണിൽ തന്നെയായിരുന്നു. കുറച്ചുകൂടി കഴിയട്ടെ, അപ്പോൾ നമുക്ക് നല്ല ഫോണൊക്കെ കഴിയും. ഇതന്നെ അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതന്നെ എനിക്ക് സ്വർഗം കിട്ടിയ പോലെയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.